പട്ടാപ്പകൽ വിദ്യാർത്ഥിനിയെ ആക്രമിച്ച് മാല കവർന്നു. അകത്തേത്തറ GUP സ്കൂളിന് സമീപത്ത് വെച്ചാണ് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥിനിയെ 2 യുവാക്കൾ ചേർന്ന് ആക്രമിച്ചത്. വിദ്യാർത്ഥിനിയെ തള്ളിയിട്ട ശേഷം ഇവർ മാല പൊട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. വിദ്യാർത്ഥിനി നൽകിയ വിവരപ്രകാരം ഹേമാംബിക നഗർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആക്രമിച്ചവരെന്ന് സംശയിക്കുന്ന 2 പേരുടെ ദൃശ്യങ്ങൾ സംഭവസ്ഥലത്തെ CCTVയിൽ നിന്ന് പോലീസിന് ലഭിച്ചു. ഇക്ബാൽ അറക്കലുണ്ട്. ഇക്ബാൽ, പട്ടാപ്പകൽ ഒരു വിദ്യാർത്ഥിനിക്ക് നേരിടേണ്ടി വന്ന ഒരു ആക്രമണമാണ്. സ്വർണം തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുകയായിരുന്നു, പിന്തുടർന്ന് വന്നായിരുന്നു ആക്രമണം. കൃത്യമായൊരു പ്ലാൻ അതിന്റെ പുറകിലുണ്ട്. ഇവരെ എത്രയും വേഗം പിടികൂടേണ്ടതുണ്ട്. പോലീസിന്റെ അന്വേഷണം എവിടെ വരെ എത്തി? ഇന്നലെ ഉച്ചയ്ക്കാണ് പാലക്കാട് അകത്തേത്തറ സ്വദേശിനിയായിട്ടുള്ള കോളേജ് വിദ്യാർത്ഥിനി പാലക്കാടുള്ള പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പുറപ്പെടുന്നത്. മന്തക്കാട് എത്തി ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു. ഇതിനിടയിലാണ് അകത്തേത്തറ GUP സ്കൂളിന് സമീപത്ത് വെച്ച് 2 യുവാക്കൾ ഈ വിദ്യാർത്ഥിനിയെ ആക്രമിക്കുന്നത്. കനത്ത ചൂടുകാരും വിദ്യാർത്ഥിനി കുട ചൂടി വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു. ഈ സമയത്ത് പിറകിലൂടെ എത്തിയ യുവാക്കൾ വിദ്യാർത്ഥിനിയെ തള്ളിയിടുന്നു. പിന്നീട് കഴുത്തിലുണ്ടായിരുന്ന മാല പൊട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ വിദ്യാർത്ഥിനിയുടെ ശബ്ദം കേട്ട് സമീപവാസികൾ എത്തുന്നു. പിന്നീട് പോലീസിൽ വിവരം അറിയിക്കുന്നു. ഹേമാംബിക നഗർ പോലീസ് സ്ഥലത്തേക്ക് എത്തി വിദ്യാർത്ഥിനിയിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയുകയും പരിസരത്ത് നടത്തിയ പരിശോധനയ്ക്കിടയിൽ ഈ വിദ്യാർത്ഥിനിയെ പിന്തുടർന്നു എന്ന് കരുതുന്ന 2 യുവാക്കൾ, അല്ലെങ്കിൽ വിദ്യാർത്ഥിനെ ആക്രമിച്ചു എന്ന് കരുതുന്ന 2 യുവാക്കളുടെ CCTV ദൃശ്യങ്ങൾ പോലീസ് സംഘത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു. അത് ഈ മന്തക്കാട് മുതൽ അകത്തേത്തറ വരെയുള്ള പാതയ്ക്കിടയിലായിരുന്നു. ഈ CCTVയിൽ നിന്നാണ് ഈ യുവാക്കളെ ദൃശ്യങ്ങൾ പോലീസ് സംഘത്തിന് ലഭിച്ചത്. പിന്നീട് പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്നതിനിടയിലാണ് വാളയാറിൽ വെച്ച് സംശയാസ്പദമായിട്ടുള്ള ഒരു മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ കാർ കടന്നു പോകുന്നതായി പോലീസ് സംഘം കണ്ടെത്തുന്നത്. ഏതായാലും ഈ കാർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഹേമാംബിക നഗർ പോലീസ്. തമിഴ്നാട് ഭാഗത്തേക്കായിരിക്കും ഒരു പക്ഷേ യുവാക്കൾ കടന്നു കളഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. ഈ വിദ്യാർത്ഥിനിക്ക് ഈ ആക്രമണത്തിനിടയിൽ ചെറിയ രീതിയിൽ പരിക്ക് പറ്റിയിരുന്നു. പക്ഷേ ഈ പരിക്ക് ഗുരുതരമുള്ളതല്ല. ഏതായാലും വിദ്യാർത്ഥിനി നൽകിയ, അല്ലെങ്കിൽ വിദ്യാർത്ഥിനി കുടുംബം നൽകിയുള്ള പരാതി പ്രകാരം ഹേമാംബിക നഗർ പോലീസ് വിദ്യാർത്ഥിനെ ആക്രമിച്ച് മാല കവർന്നു കൊണ്ടുപോയ യുവാക്കളെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ മാല സ്വർണ്ണമാലയല്ല, മറ്റൊരു മാല തന്നെയാണ്. പക്ഷേ എങ്കിലും ഈ വിദ്യാർത്ഥിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സംഭവത്തിൽ എത്രയും പെട്ടെന്ന് ഈ 2 യുവാക്കളെയും കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ ഹേമാംബിക നഗർ പോലീസ് കടന്നിരിക്കുന്നത്. ശരി, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. പട്ടാപ്പകൽ ഒരു വിദ്യാർത്ഥിനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തിന്റെ വാർത്തയാണ് നമ്മളിപ്പോൾ കേട്ടത്.